ഹലോ ഗൈസ്, സമയം നോക്കുക 5:30 ആയിട്ടോ. ഒന്ന് നേരത്തെ എണീറ്റ് അമ്മ റൂമിൽ വന്ന് നേരെ കൂളറൊക്കെ തട്ടി മറിച്ചിട്ട് അങ്ങനെ നേരത്തെ എണീറ്റ്. അപ്പോൾ വിചാരിച്ച് നേരെ നമ്മേനെ കുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇഡ്ഡലിയും കാര്യങ്ങളൊക്കെ നമ്മ നേരെ അടപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഒരു സൈഡിൽ ചായയും വെക്കുന്നുണ്ട്. ഗൈസ്, എനിക്കൊന്നും വല്ല പണിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അമ്മ എല്ലാം ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഒന്ന് അടപ്പത്ത് കയറ്റാൻ, തേങ്ങ അരി കൊടുക്കുക, അതൊക്കെയാണ് എൻ്റെ പരിപാടി. പിന്നെ ഞാനൊരു ക്ലിപ്പ് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ 3 ആൾക്കാരെ കൊണ്ട് വല്ലാത്ത ശല്യമാണ്. ആൾക്കാരെ കാണിച്ചു തരേ. ഒന്ന് രണ്ട് മൂന്നാണെന്നുണ്ട് ഗൈസ്. തൊയിരം തരാ രാവിലെ തന്നെ എന്നിട്ട് അങ്ങനെ ഇഡ്ഡലി ഐറ്റംസ് ഒക്കെ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ കഴിയും. പിന്നെ ഒരു സൈഡിൽ ഇതേ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ മോർണിംഗ് കുക്കിംഗ് ഓൾമോസ്റ്റ് പരിപാടീസൊക്കെ കഴിഞ്ഞ് അമ്മേനെ കൊണ്ടാക്കാം ഗൈസ്. അങ്ങനെ അമ്മേനെ കൊണ്ടുവന്നാക്കാൻ ഇറങ്ങി കേട്ടോ. അമ്മേനോട് 3 കിലോമീറ്റർ അപ്പുറത്താക്കണ്ടായി. രാവിലെ പല്ലേപ്പും കൂലിയൊന്നും ഇല്ല. നേരെ കൊണ്ടാക്കിയിട്ടാണ് വന്നിട്ട് കിടന്ന് ഉറങ്ങാനായിട്ട്. ഗൈസ്, ഉറങ്ങാൻ കിടന്നത് ഞാനാട്ടോ. എൻ്റെ ഉറക്കത്തീന്ന് വലിച്ചയച്ചോണം കടപ്പുറത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോകാന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ ഇനി ഇവിടെ നിന്ന് എപ്പോൾ പോകും എന്തോ. ഇന്നത്തെ ഉറക്കം എൻ്റെ ഗോവിന്ദായി. ഇവിടെ വെച്ചാൽ രാവിലെ നല്ല മഴയത്ത് സൂച്ചിടന്ന് ഉറങ്ങേണ്ട ഞാനാ ആ മഴയെ കൊണ്ട് ഇവിടെ നിന്ന് ക്രിക്കറ്റ് കളിക്കാൻ നിൽക്കുന്നു. ഇപ്പോൾ ഒന്ന് മഴ പറഞ്ഞിട്ടോ, അപ്പോഴാണ് വീഡിയോ എടുത്തത്. ഇപ്പോൾ ഇവിടെ നിന്ന് എപ്പോഴാണ് കഴിച്ചില്ല ദൈവത്തിനറിയാം. ഗൈസ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീണ്ടും ലാസ്റ്റ് ആയപ്പോൾ നല്ല മഴ കിട്ടിയില്ല. കാന മഴ നേരെ ഒന്ന് അടിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പം ഇന്നത്തെ പരിപാടീസ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. 9:30 ഇറങ്ങിയ കേട്ടോ. ഇപ്പോൾ സമയം 3:30 ആയി. ഇപ്പോൾ 4 മണിയാകുമ്പോൾ വീട്ടിൽ എത്തുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.